വാർത്തകൾ തുടരുന്നു. നാട്ടിക SNRH ഹയർ സെക്കൻഡറി സ്കൂളിലും മുത്തിച്ചൂർ LP സ്കൂളിലും പുത്തൻപീടിക ഗവൺമെന്റ് LP സ്കൂളിലും ഓണാഘോഷ പരിപാടികൾ നടന്നു. നാട്ടിക SNRH ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂക്കള മത്സരം, വടംവലി മത്സരം, ഉറിയടി മത്സരം എന്നിവ നടന്നു. മുത്തിച്ചൂരിൽ നടന്ന ഓണാഘോഷം അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് മണി ശശി ഉദ്ഘാടനം ചെയ്തു. ഓണക്കോടി എടുത്തോ? എടുക്കാത്തവരെ ഓണക്കോടി എടുക്കാത്തവര് അയ്യോ അതെന്താ എടുക്കോട്ടാ. നമ്മള് സ്കൂളില് ഓണാഘോഷ പരിപാടി ഇന്ന് നമ്മളിവിടെ നടത്താണ്. പൂക്കള മത്സരം കഴിഞ്ഞു. ഇനിയുള്ളത് എന്താണ്? ഇനിയും ഉറിയടിയുണ്ട്, സ്പൂൺ റൈസ് മത്സരങ്ങൾ, അതുപോലെ നിരവധി മത്സരങ്ങള് നടത്തി അവസാനം വിഭവസമൃദ്ധമായ എന്താ കഴിക്കുക? സദ്യ. സദ്യക്ക് എന്തൊക്കെ ഉണ്ടാവുക? ഓണസദ്യക്ക് എന്തൊക്കെ ഉണ്ടാവുക? കൈയടിക്കാതിരിക്കും, പറയുന്നത് കേൾക്കണ്ടേ? ഓണസദ്യ ഉണ്ട് കഴിഞ്ഞാൽ തുടർന്ന് ഓണസദ്യയും നടന്നു. പുത്തൻപീടിക സ്കൂളിൽ നടന്ന ഓണാഘോഷ പരിപാടികൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണി ശശി, TI ചാക്കോ, മിനി ആൻഡോ, PTA പ്രസിഡന്റ് വിനോദ്, HM ഔസഫ് എന്നിവർ നേതൃത്വം നൽകി. തേങ്ങണ്ടിയൂർ പനിയംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തെ സംബന്ധിച്ച് മലബാർ ദേവസ്വം സ്റ്റാഫ് യൂണിയൻ നടത്തുന്ന അപവാദ പ്രചരണം യാതൊരു ആധികാരികതയും ഇല്ലാത്തതാണെന്നും ഭക്തജനങ്ങളെ അലോസരപ്പെടുത്തുന്നതാണെന്നും ക്ഷേത്രം ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ വാടാനപ്പള്ളിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിർത്തിവെച്ചുള്ള വിധിയാണ് ഹൈക്കോടതി ഉണ്ടായിരുന്നത്. ഈ വിധിക്ക് അപ്പീൽ പോയിട്ടുണ്ടായിരുന്നു കമ്മീഷണർ മുമ്പാകെ. അത് 2007. ആ വിധിയും ഹൈക്കോടതി നിർത്തിവെച്ചു. ഇപ്പോൾ ക്ഷേത്രം സ്വകാര്യ ക്ഷേത്രമെന്നാണ് ഹൈക്കോടതി വിധിച്ചിട്ടുള്ളത്. ഈ ആരോപണങ്ങൾക്ക് ഇതിനെതിരായാണ് സ്റ്റാഫ് യൂണിയൻ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അത് ഹിന്ദുമത ധർമ്മ സംസ്ഥാന നിയമത്തിലെ 6-17 വകുപ്പ് അനുസരിച്ച് സ്വകാര്യ ക്ഷേത്രത്തെ പൊതുക്ഷേത്രമായി പ്രഖ്യാപിക്കാൻ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർക്ക് അധികാരമില്ല എന്നും പൊതുജനങ്ങൾക്ക് ആരാധന അനുവദിച്ചതിന്റെ പേരിൽ സ്വകാര്യ ക്ഷേത്രം പൊതുക്ഷേത്രമായി പ്രഖ്യാപിക്കാൻ ദേവസ്വത്തിന് കഴിയില്ലെന്നും കോടതി വിധിച്ചു. അതിനാൽ കുപ്രചരണങ്ങളെ ചെറുക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. പത്രസമ്മേളനത്തിൽ C. നാരായണ മേനോൻ, വിജയൻ പഴയട്, KR അയ്യപ്പൻ, C. മുരളീധരൻ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPIM-ന്റെയും DYFI SFI സംഘടനകളുടെയും അക്രമ രാഷ്ട്രീയത്തിനെതിരെ BJP തൃപ്രയാറിൽ പ്രകടനവും